ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബോഗൻവില്ല പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. ഇത് നമ്മുടെ 2 വർഷത്തെ കയാട്ട പ്ലാന്റ്സ് ആണ്. നല്ല ബുഷിയായിട്ട് ഹൈബ്രിഡ് ഐറ്റംസുകളെല്ലാം തന്നെ വണ്ണം കുറഞ്ഞിട്ട് വള്ളി പോലെയാണ് നമുക്ക് വളർന്ന് കിട്ടുക താഴോട്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം കട്ട് ചെയ്ത് പ്ലാന്റിൻ്റെ വർഷങ്ങളനുസരിച്ചിട്ട് നമുക്കതിനെ ബുഷാക്കി നിർത്താവുന്നതാണ്. വളർന്ന് പോകാൻ നമ്മൾ വിടാതിരുന്നാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്ലവർ തരുന്നൊരു ഐറ്റമാണ് കേട്ടോ ഹൈബ്രിഡ് ഐറ്റംസുകൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ അതിൻ്റെ സൈസും, ചില പ്ലാന്റ്സൊക്കെ നമുക്ക് മദർ പ്ലാന്റും അതിൻ്റെ ചെറിയ പ്ലാന്റ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരിക. ഇത് നമ്മുടെ അഡർന പ്ലാന്റ് ആണ് കേട്ടോ. അഡർന പ്ലാന്റ് ഫ്ലവറൊക്കെ വന്ന് നല്ല ഭംഗിയായി നിൽപ്പുണ്ട്. നമ്മുടെ അഡർന പ്ലാന്റിൽ ഓറഞ്ച്, യെല്ലോ, അതേപോലെ തന്നെ ഒരു മജന്ത കളറ്, അങ്ങനെ 3 കളറ് നമ്മുടെ പ്ലാന്റ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ അയക്കുക. പിന്നെ പെറ്റ് സർവീസ് വഴി അയക്കണവർക്ക് പെറ്റ് സർവീസ് വഴി അയക്കും. അത് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലുകൾ പറഞ്ഞാൽ മതി എങ്ങനെ അയക്കേണ്ടതെന്നുള്ളത്. പിന്നെ പോട്ട് ഉൾപ്പെടെ വേണമെങ്കിൽ പോട്ട് ഉൾപ്പെടെ അയക്കും. അത് കവറിലാക്കി അയക്കണമെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സിൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ബ്രിസ പീച്ചാണ്. ബ്രിസ പീച്ചിൻ്റെ സൈസ് ഇതാണ്. നല്ല വണ്ണമുള്ള സ്റ്റെമ്മിൽ, അതായത് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റാണ് കേട്ടോ. അതിന് നമ്മൾ പറയുക റൂട്ടഡ് പ്ലാന്റ് എന്നാണ്. ഈ റൂട്ടഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചില കസ്റ്റമേഴ്സിന് സംശയമാണ്, റൂട്ടുള്ള പ്ലാന്റാണോ റൂട്ടില്ലാത്ത പ്ലാന്റാണോ, അതുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന്. 2-3 പേര് നമ്മളോട് സംശയം ചോദിക്കുകയും ചെയ്തു. റൂട്ടഡ് പ്ലാന്റ് എന്ന് പറയുന്നത് അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് സ്റ്റെമ്മ് കട്ട് ചെയ്ത് പിടിപ്പിച്ചതിനാണ് റൂട്ടഡ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ബെഡ് തൈ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ബ്രിസ പീച്ചിൻ്റെ റേറ്റ് 1000 ആണ് കേട്ടോ. അടുത്ത വെറൈറ്റി ബ്രിസ റെഡ് ആണ്. ബ്രിസ റെഡ് ബെഡ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളാം, ഇത് ബെഡ് ചെയ്ത പ്ലാന്റാണ് ബ്രിസ റെഡ്. ഉണ്ടോ, ബെഡ് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റാണ്. നേരത്തെ കണ്ട ബ്രിസ പീച്ച്, ഇത് ബ്രിസ റെഡ്. ബ്രിസ റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. ബ്രിസ റെഡിൻ്റെ സൈസ് ഇതാണ്. റേറ്റ് വന്നിട്ട് 1500 ആണ് കേട്ടോ. 1500 രൂപയാണ് ബ്രിസ റെഡിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു കവർ ഉൾപ്പെടെ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരിക കേട്ടോ. അടുത്തത് റയർ വെറൈറ്റി ആണ്. ഗോൾഡൻ സമ്മർ വൈറ്റ് ആണ് കേട്ടോ. റയർ വെറൈറ്റി ആണത്. ഒരു വൈറ്റ് ഫ്ലവറാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത്. അടുത്തത് സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ. തിക്കായിട്ട് നമുക്ക് ഫ്ലവർ തരുന്നൊരു പ്ലാന്റാണ് സൺറൈസ് വൈറ്റ്. 600ൻ്റെ പ്ലാന്റുകളാണ്, 600 രൂപയുടെ പ്ലാന്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 350 രൂപയുടെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് ആ പ്ലാന്റ്. സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. മദർ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിച്ചു 600 രൂപയുടെ, ഇത് 350 രൂപയുടെ പ്ലാന്റാണ്. സൈസ് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരിക കേട്ടോ. അടുത്തത് ഫ്ലെയിം റെഡ് ആണ്. ഫ്ലെയിം റെഡ് നല്ല ബുഷി പോട്ടാണ്, നല്ല വലിയ പ്ലാന്റാണ്. ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. 700 രൂപയാണ് ഫ്ലെയിം റെഡ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്ത വെറൈറ്റി ടാങ്ലോങ് പിങ്ക് ആണ് കേട്ടോ. ടാങ്ലോങ് പിങ്ക് വെറൈറ്റി ആണ്. ഒരു റയർ വെറൈറ്റി തന്നെയാണ് ടാങ്ലോങ് പിങ്ക്. 1000 ആണ് കേട്ടോ ടാങ്ലോങ് പിങ്കിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഇതാണ് സൈസ്. അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺഷൈൻ ആണ്. ഗോൾഡൻ സൺഷൈൻ്റെ ഫ്ലവറൊക്കെ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ഒന്നും കൂടി കാണിച്ചു തരാം. നല്ല വലിപ്പമുള്ള 1.5 വർഷം എത്തിയ പ്ലാന്റാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മും വലിപ്പം ബ്രാഞ്ചസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇതിൻ്റെ റേറ്റ് 750 ആണ്. 750 രൂപയുടെ പ്ലാന്റാണ്. ഇതിൽ ഫ്ലവർ വന്നു കഴിയുമ്പോൾ ഒരു ബോൺസായി പ്ലാന്റിൽ ഫ്ലവർ വന്ന ഫീലായിരിക്കും ഉണ്ടാവുക. അടുത്തത് റൂബി റെഡ് ആണ്. റൂബി റെഡ് 450യുടെ പ്ലാന്റ് സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത്. 450 ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്.
അടുത്ത പ്ലാന്റ് ചില്ലി യെല്ലോ ആണ് കേട്ടോ. ചില്ലി യെല്ലോ, ചില്ലി റെഡ് എല്ലാം 350 ആണ് റേറ്റ്. ഇതാണ് സൈസ് വന്നിട്ടുള്ളത്. ചില്ലി യെല്ലോയും ചില്ലി റെഡൊക്കെ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇതെല്ലാം ചില്ലി ഐറ്റംസിൻ്റെ പ്ലാന്റ് സൈസുകളാണ് കേട്ടോ. അടുത്തത് പിങ്ക് ബ്യൂട്ടി ആണ്. പിങ്ക് ബ്യൂട്ടി ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ. പിങ്ക് ബ്യൂട്ടി 250 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് ഹവായ് വൈറ്റിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവറൊക്കെ വന്നിട്ടുള്ള നല്ല വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റാണ്. 800 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. പ്ലാന്റ് സൈസ് നമ്മളിപ്പോൾ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് തരുന്നത്. ഒരുപാട് പേര് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ വലിയ പ്ലാന്റിൻ്റെ റൂട്ട് ചെറിയ പ്ലാന്റിന് കാണില്ല. അതുമാത്രമല്ല ബൊഗേൻവില്ല പ്ലാന്റ്സ് റൂട്ട് ചെറിയ പ്ലാന്റ്സിനൊന്നും പെട്ടെന്ന് ഒരുപാട് റൂട്ടൊന്നും വരുന്ന ഒരു ഐറ്റം അല്ല. വലിയൊരു മദർ പ്ലാന്റ് ആയിക്കഴിഞ്ഞാൽ നല്ല റൂട്ടുണ്ടാവും. ഇതാണ് ചെറിയ പ്ലാന്റിൻ്റെ സൈസ്. കാര്യം ഇതിൽ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പ്ലാന്റ് പോട്ടിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കൽ റിസ്ക്കാണ്. ഡയറക്റ്റ് വന്ന് മേടിക്കുന്നവർക്കാണെങ്കിൽ ഈ 350 പ്ലാന്റ് 350 ആണ് ഈ ഹവായ് വൈറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. ചെറിയ പ്ലാന്റിൻ്റെ പോട്ട് ഉൾപ്പെടെ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. പോട്ട് ഉൾപ്പെടെ അയക്കാൻ പറയുന്നവർക്ക് അങ്ങനെയും അയച്ചുതരാം. പോട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ ഹവായ് വൈറ്റ് അയക്കുന്നില്ല. 350 ഹവായ് വൈറ്റ്. വലിയ ഹവായ് വൈറ്റ് നമ്മൾ പോട്ടില്ലാതെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. ഇത് സക്കൂറയാണ്. സക്കൂറയുടെ പ്ലാന്റ് എല്ലാം തന്നെ ഫ്ലവറൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. 1400 രൂപയാണ് സക്കൂറയുടെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ പ്ലാന്റും പ്ലാന്റ് സൈസും കാണാനായിട്ട്. ഹാങ്ങിങ്ങിന് ബെറ്റർ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. ഇത് സ്പ്ലാഷ് വെറൈറ്റിയുടെ സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.